99 ആ സമയത്ത് പ്രാരംഭകാലത്ത് ആശ്രമവുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗഭാഗ്യമുണ്ടായി. സൗഭാഗ്യമെന്ന് തന്നെ പറയണം, സൗഭാഗ്യമുണ്ടായി. അതിനുശേഷം എൻ്റെ പ്രൊഫഷണൽ തിരക്കുകൾ കൊണ്ടും ഔദ്യോഗിക ജീവിതം കൊണ്ടും മഠവുമായിട്ട് ബന്ധപ്പെടാനും അതിനുശേഷം ആ സമ്പർക്കം നിലനിർത്താൻ സാധിച്ചിട്ടില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം സ്വാമിജി എന്നെ വിളിച്ചു. ഞാൻ വിവേകാനന്ദ ജയന്തിയോടനുസരിച്ചുള്ള പരിപാടിയായതുകൊണ്ട് വന്നു. എനിക്ക് നിങ്ങളിപ്പോൾ കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, മുതിർന്നവരൊക്കെ ഉണ്ട്. നമ്മളുടെ ഒരു ചരിത്രവും ജീവിതവും സാമൂഹിക ജീവിതവും ഒക്കെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയും. നമ്മളൊരു 200 വർഷം 1800-900 കാലഘട്ടങ്ങളിൽ വൈദേശിക ഭരണത്തിൻ്റെ കീഴിലായി. അതിനു മുമ്പ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരുന്നു, അതിനുശേഷം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്, ഇത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കണക്കുകൾ പറയുന്നത്, ചരിത്രകാര സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 1700-ാം ആണ്ട് 18ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ ലോകത്തിലെ മുഴുവൻ GDP-യുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറിയാമല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട, GDP-യുടെ 27% ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനായിരുന്നു. എന്ന് പറഞ്ഞാൽ വേൾഡ് GDP-യുടെ 27% ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനായിരുന്നു. ഇന്ത്യയേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഒരു രാജ്യമേ ഉണ്ടായിരുന്നു, അത് ചൈനയാണ്. നമ്മൾ ഓർത്തു നോക്കുക, ലോകത്തിലെ മൊത്തം സമ്പത്തിൻ്റെ 27% എല്ലാ വർഷവും ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെയുള്ള ഒരു രാജ്യമായിരുന്നു. അന്ന് നമ്മളുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ധർമ്മത്തെയും മൂല്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കാലഘട്ടം. അതിനുശേഷം 200 വർഷം വിശദീകരിക്കുന്നത്, 200 വർഷം വിദേശാധിപത്യം വന്നു, മുഗളാധിപത്യം വന്നു, ബ്രിട്ടീഷ് ആധിപത്യം വന്നു. ആരൊക്കെ നമ്മളെ ഭരിച്ചു എന്ന് നമുക്ക് തന്നെ അറിയില്ല. ഫ്രഞ്ചുകാർ വന്നു, ഡച്ചുകാർ വന്നു. ഈ 200 വർഷത്തെ വൈദേശിക ഭരണം കൊണ്ട് ഭാരതത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ അടിത്തറ പൂർണ്ണമായിട്ടും തകർന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഭാരതത്തിൻ്റെ GDP വേൾഡ് കോൺട്രിബ്യൂഷൻ 3% മാറി. 27% 3% 47 സ്വാതന്ത്ര്യം കിട്ടി. ഇന്നും കഴിഞ്ഞ 75 വർഷമായിട്ട് ഇന്ന് ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ 9%-ൽ താഴെയാണ്. 9% ഉള്ളൂ. നമ്മൾ ആ പഴയ 27 ഇപ്പോഴും എത്തിയിട്ടില്ല, 9%. പക്ഷേ അത് വളരെ ഉയരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് ഭാരതം ഇന്ന് 4ാമത്തെ ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു. തേർഡ് മോസ്റ്റ് എക്കണോമിക് പവറായി, അല്ല ഫോർത്ത്. ഉടനെ 2030 ആകുമ്പോൾ 3-4 വർഷത്തിനുള്ളിൽ തേർഡ് എക്കണോമിക് പവറാണ്. നമ്മൾ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ സ്വാതന്ത്ര്യത്തിൻ്റെ 100 വർഷം കഴിയുമ്പോൾ എത്തുന്നതാണ് കണക്കാക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ലോകശക്തിയായിട്ട് ഭാരതം മാറും. ഈ മാറ്റത്തിന്, ആ മാറ്റം നമ്മളുടെ എല്ലാ ജീവിതത്തിലും നമ്മൾ കാണുന്നുണ്ട് അല്ലേ? വികസനം, സാമ്പത്തികമായ ഉന്നമനം. ഇന്ന് നമുക്ക് ഒരുപാട് പഴയ പോലത്തെ പ്രശ്നങ്ങളില്ല. മിക്കവാറും എല്ലാ വീടുകളിലും കുറച്ച് കേരളത്തിലെങ്കിലും പട്ടിണിയില്ല, വലിയ ദാരിദ്ര്യമില്ല. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ. പാവപ്പെട്ടവരും മക്കൾക്കൊക്കെ ഉണ്ട്, കടം മേടിക്കുന്നവർക്കൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല, വലിയ ദാരിദ്ര്യമില്ല. ആരോഗ്യ മേഖലയിൽ വലിയ പ്രശ്നങ്ങളില്ല, ആശുപത്രികളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും എല്ലാ വീടുകളിലുമൊക്കെ 2 വീലറോ കാറോ ഇല്ലാത്ത വീടുകളില്ല. അപ്പോൾ ആ തരത്തിൽ നമ്മൾ 75 വർഷത്തെ സ്വാതന്ത്ര്യം കൊണ്ട് വന്നു. ഈ മാറ്റത്തിൽ എന്താണ്, ആ വിദേശാധിപത്യത്തിൻ്റെ കീഴിൽ നിന്ന് പുറത്തു വന്ന് ഭാരതം വീണ്ടും മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിന് കാരണം സ്വാമി വിവേകാനന്ദൻ്റെ
സന്ദേശവും അദ്ദേഹം ഭാരതം മൊത്തം നടത്തിയ പര്യടനവും അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് പ്രവർത്തിച്ച നിരവധി ലോക ഗുരുക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ പ്രവർത്തനം കൊണ്ടാണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പേരുകൾ പറയാൻ ഓരോ പേരുകളായിട്ട് ഞാൻ തുറന്നു പറയാൻ ഉദ്ദേശിക്കുന്നത്. പലരെയും ഇൻസ്പയർ ചെയ്തു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് സ്വാമിജിയുടെയും പരമഹംസരുടെയും ശാരദാദേവിയുടെയും ഫോട്ടോ വെച്ച് രാവിലെ ധ്യാനിക്കുന്ന നിരവധി രാഷ്ട്രീയക്കാർ, നേതാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ, ഇവരൊക്കെ അറിയാം. ഇവരെല്ലാം സ്വാമി വിവേകാനന്ദൻ്റെ പരമഹംസരുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും ആഹ്വാനങ്ങളിൽ നിന്നുമാണ് ആ ആവേശം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയത്. അതിൻ്റെ ആ ആഹ്വാനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ധർമ്മമാണ്. ഈ ധർമ്മം എന്ന് പറയുന്നത് നിയമമാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം. സനാതന ധർമ്മം അല്ലെങ്കിൽ ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ ഈശ്വരീയമായ കാര്യങ്ങളാണ് എന്നൊന്നും വിചാരിക്കില്ല. ധർമ്മത്തിൽ ഈശ്വരനൊന്നുമില്ല. ഈശ്വര വിശ്വാസികൾക്ക് ധർമ്മത്തിൽ ഈശ്വരനെ കാണാം. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമമാണ്, ലോയാണ്. അതിനൊരു ജഡ്ജാണ്. അതുകൊണ്ട് പറയാം, 2 തരം ലോ ഉണ്ട്. ഒന്ന് ധർമ്മം, ഒന്ന് ലോകസഭയും രാജ്യസഭയും പാർലമെൻറ്റും അസംബ്ലിയൊക്കെ ഉണ്ടാക്കുന്ന നിയമം. നമ്മൾ സഹസ്രാബ്ദങ്ങളായിട്ട് പിന്തുടർന്നു വരുന്ന നിയമമാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ നിയമം എല്ലാ ബ്രാഞ്ചിലുമുണ്ട്. ഭരിക്കുന്നവരെന്താണ്, എന്ത് നിയമമാണ് പിന്തുടരേണ്ടത്? അതിന് രാജധർമ്മം എന്ന് പറയും, അല്ലേ? രാജധർമ്മം. നമ്മളുടെ പിതാക്കന്മാർ, വീട്ടിലുള്ള അച്ഛന്മാർ എന്ത് നിയമമാണ് പിന്തുടരേണ്ടത്? അതിനെ പിതൃധർമ്മം എന്ന് പറയും. അമ്മമാരെന്താണ് പിന്തുടരുന്നത്? മാതൃധർമ്മം എന്ന് പറയും. ഗുരുക്കന്മാർ, അധ്യാപകർ എന്താണ് പിന്തുടരുന്നത്? അതിനെ ഗുരുധർമ്മം എന്ന് പറയും. എല്ലാവർക്കും, വ്യാപാരികൾക്ക്, എന്തിനധികം കള്ളന്മാർക്ക് വരെ നമ്മുടെ നാട്ടിൽ ധർമ്മം അല്ലേ? കള്ളന്മാർക്കൊരു ധർമ്മമുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ കള്ളന്മാരല്ല. അപ്പോൾ എല്ലാവരും പിന്തുടരേണ്ട നിയമങ്ങളാണ് ആ ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. നൂറുകണക്കിന് വർഷങ്ങളിലെ സാമൂഹിക സ്ഥിതി മനനം ചെയ്ത് നമ്മുടെ ഋഷിമുനിമാർ ചിന്തിച്ചുണ്ടാക്കിയ ധർമ്മമാണ്. അതിനെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതിന് ആദ്യവുമില്ല അന്ത്യവുമില്ല. അത് നമ്മൾ തുടങ്ങുകയും ആ ധർമ്മം നമ്മളുടെ രക്തത്തിലുള്ളത് കൊണ്ടാണ് ആ ധർമ്മം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഓരോ ഇന്ത്യക്കാരനും അവൻ്റെ വിശ്വാസം എന്തുമായിരുന്നു ഓരോ ഇന്ത്യക്കാരനും സ്വന്തം ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്നിങ്ങനെ നിൽക്കുന്നതും ഉന്നതിയിലേക്ക് പോകുന്നത്. നമ്മളെ ആരും പഠിപ്പിക്കേണ്ട. നമ്മളെ ശിക്ഷിക്കാൻ ഒരു കോടതിയോ അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഈ ധർമ്മം നമ്മളുടെ രക്തത്തിലുണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്കൂടെ 100 രൂപ കടന്നു വയ്ക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും കാണാതെ പോക്കറ്റിട്ട് പോവില്ല. നിങ്ങൾ പോകുമ്പോൾ സാമൂഹ്യം കണ്ടു പറയില്ല, അവിടെ കിടന്ന് 100 രൂപ കിട്ടിയിരിക്കുന്നു, എൻ്റെ അല്ല, ആരായിരുന്നു നിങ്ങളെ നിർബന്ധിക്കുന്നത്? താഴെ കിട്ടുന്നത് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ആരും ശിക്ഷിക്കാൻ പോകുന്നില്ല, ഒരു കോടതിയിൽ ശിക്ഷിക്കാൻ പോകുന്നില്ല, അല്ലേ? പക്ഷെ നമ്മൾ എടുക്കില്ല. നമ്മളത് സാമൂഹികോ അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർക്കും അതാണ് ധർമ്മം. അത് നമ്മളുടെ രക്തത്തിൽ അടിഞ്ഞേർന്നിട്ടുള്ള കാര്യമാണ്. ഓരോ കാര്യത്തിലും നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഈ ധർമ്മം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പിന്തുടരുന്നത്. ആ ധർമ്മബോധം അതാണ് നമ്മുടെ രാജ്യത്തെ ഈ പറയുന്ന തരത്തിൽ സ്വാതന്ത്ര്യം കിട്ടുകയും വലിയ മഹത്തരമായ രാജ്യത്തേക്ക് വികസിക്കുന്നതും സമാധാനപരമായിട്ട് ശാന്തിയോടുകൂടി ജീവിക്കാനുള്ള അവസരം തരുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, നമുക്ക് 75 വർഷമായി ഭാരതം എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്നു. ഈ 75 വർഷത്തിനകം ഒരുപാട് രാജ്യങ്ങൾ തകർന്നു, വിഭജിച്ച് തകർന്നു. 3-4 റഷ്യ, നിങ്ങൾ കേട്ടാണ് USSR എന്ന് പറയുന്ന രാജ്യം
ലോകശക്തിയായിരുന്നു. അമേരിക്കയെ ചോദ്യം ചെയ്യാൻ പ്രാപ്തിയുള്ള, അമേരിക്കയ്ക്ക് തുല്യമായിട്ട് നിന്ന ലോകശക്തിയായിരുന്നു USSR. അത് 12-16 കഷ്ണമായിപ്പോയി. ഇന്നിപ്പോൾ USSR ഇല്ല. എന്താണ് ഉക്രൈൻ, ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, അതിൻ്റെ പേരുകൾ പോലും നമുക്കറിയില്ല. 15-16 കഷ്ണമായിട്ട് ചെയ്തത്. ഒരുപാട് രാജ്യങ്ങൾ തകർന്നു. പക്ഷേ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം, അതും എന്ത് വൈവിധ്യമുള്ള രാജ്യം, എന്തോരം ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്, എന്തോരം വിശ്വാസങ്ങളാണുള്ളത്, എന്തോരം ആഹാര രീതികളാണുള്ളത്, എന്തോരം വസ്ത്രാധാരണ രീതികളാണുള്ളത്, വ്യത്യസ്തമായ മതങ്ങളാണുള്ളത്, വ്യത്യസ്തമായ ദൈവങ്ങളാണുള്ളത്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ ഒന്നായിട്ട് നിൽക്കുന്നു. ഓർത്തോളാം, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നില്ല. ഇത്ര വൈവിധ്യമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇന്ത്യയായിട്ട് നിൽക്കണം, എല്ലാവർക്കും ഭാരതമായിട്ട് നിൽക്കണം. അപ്പോൾ എന്താണ്, ഈ രാജ്യങ്ങളിലുള്ള ജനങ്ങളെ, ഈ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളെ മുഴുവൻ ഒരു 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 നൂലില് കോർക്കുന്ന എന്തോ ഒന്നുണ്ട്. ആ ഒന്നാണ് ആ ധർമ്മവും നമ്മുടെ സംസ്കാരവും. ആ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ സംസ്കാരം. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഈശ്വരനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംസ്കാരമൊന്നുമല്ല, ധർമ്മമൊന്നുമല്ല. ഏത് വിശ്വാസക്കാരനും ഈ ധർമ്മമാകാം. നിങ്ങൾക്ക് ശിവനെ പ്രാർത്ഥിക്കാം, ഈ ധർമ്മം പിന്തുടരാം. നിങ്ങൾക്ക് കൃഷ്ണനെ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് മാടനെ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് കുട്ടിച്ചാത്തനെ പൂജ ചെയ്യാം. ആരെ വേണ്ടി ചെയ്തു, ദൈവമില്ല എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അവിശ്വസിക്കാം. പക്ഷെ ആ അവിശ്വസിക്കുന്നവരും ഈ ധർമ്മം പിന്തുടരുന്നു, ഈ ധർമ്മത്തിൽ വിട്ടുവീഴ്ചയും. അപ്പോൾ ആ ധർമ്മമാണ് നമ്മളെ ഒരു രാജ്യമായിട്ട് ഇന്നും പിടിച്ചു നിർത്തുന്നത്. ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആളുകൾ ആ ധാർമ്മികമായ, ധർമ്മവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ധർമ്മത്തെ, ഈ സനാതന ധർമ്മത്തെ നിലനിർത്തുക, വിവേകാനന്ദ സ്വാമികൾ എന്തിനു വേണ്ടിയാണോ തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്, അത് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു 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 വലിയ സമുജ്വലമായ ഒരു ഭാരതം, ലോക ഗുരുവായി നിൽക്കുന്ന, ലോകത്തിന് മുഴുവൻ വഴികാട്ടിയാവുന്ന ഒരു രാജ്യമായിട്ട് ഭാരതം വരണം, ഭാരതമാണ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ഇന്നത്തെ പല ലോകത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ കാണുമ്പോഴും നമുക്കറിയാം, ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ദർശനം ഭാരതീയ ദർശനമാണ്. ഇതിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു രാജ്യം ഭാരതമാണ്. ഒരേ രാജ്യം ഭാരതമാണ്. നമ്മുടെ ഉപനിഷത്തുക്കളിൽ പറയുന്ന ആദർശങ്ങൾ, അത് ലോകത്ത് വേറൊരു സ്ഥലത്തുണ്ടാവില്ല. ആ ആദർശങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ ലോകത്തിന് നിലനിൽക്കുള്ളൂ, ലോകത്തിന് ശാന്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മൂല്യങ്ങൾ, ആ ധർമ്മം, ആ സംസ്കാരം നമുക്ക് വിട്ടുപുലർത്താം, നമ്മളുടെ കുട്ടികളിൽ അത് വളർത്തിയെടുക്കാം. അങ്ങനെ മുന്നോട്ട് പോയാൽ സമുജ്വലമായ ഒരു ഭാവി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മളുടെ അയലോകത്തിനും നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കിന്ന് ഇന്നത്തെ ദിവസം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജസ്റ്റിസ് നഗരേഷ് സാറിന് നിങ്ങളുടെ എല്ലാം പേരിൽ അങ്ങേയറ്റത്തെ നന്ദി ഉറയ്ക്കുക. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ഈ പാട്ട് രാമകൃഷ്ണനാഥ് അവസാനം പാടാം. ഓൾറെഡി നമ്മൾ സയൻസ് നൽകി. അപ്പോൾ ഒരു മണി അടിച്ചിരുന്നു നമ്മൾ കേട്ടത്. അപ്പോഴത്തേക്കും ഞാനിവിടെ വീണ്ടും പിടിച്ചിരുന്നു. ആ കഷ്ടമായിപ്പോയി. അപ്പോൾ ഇനി നേരിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ജയ് ശ്രീ ഗുരു മഹാരാജ് കി ജയ്, जय श्री महामाया की जय, जय श्री स्वामी जी महाराज